കടന്നു വരികയാണ് ഒരു താരസുന്ദരി. കതിരിടുന്ന പുലരി പോലും ഓണശീലുകൾക്ക് കാതോർത്തുണരുമ്പോൾ തിരുനക്കരയുടെ ഗോപുരവാതിൽക്കൽ അഴകിന്റെ പെൺശോഭ തീർത്തുകൊണ്ട് വന്നു ചേരുന്നു സൗന്ദര്യ തിലകം കുമാരനെല്ലൂർ കാർത്തിയായനിയുടെ മാനസപുത്രി ഗജറാണി കുമാരനെല്ലൂർ പുഷ്പ. തിരുനക്കര ക്ഷേത്രോപദേശക സമിതി ഒരുക്കുന്ന ആനയൂട്ടിലേക്ക് കടന്നു വരികയാണവൾ. വരദന്റെ കട ഈ മണ്ണിൽ അണിയിച്ചൊരുക്കുന്ന ഈ സമർപ്പണത്തിൽ താരമായി അണിനിരക്കുകയാണവൾ. പൂരസാഗരങ്ങൾ നെഞ്ചേറ്റിയ സൗന്ദര്യ പെരുമചോടി വടക്കൻ പടക്കളം കടന്നു വന്നവളാണവൾ. കുമാരനെല്ലൂർ ദേശത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറി പൊന്നു തമ്പുരാട്ടിയുടെ തിടമ്പേറ്റി വളർന്നവൾ. ആരവങ്ങൾ തനിക്കായി ഒരുക്കുന്ന വേദികളിൽ പലകുറി വന്ന് മടങ്ങി ചരിത്രം കുറിക്കുന്നവൾ. തൃക്കാർത്തിക ദർശനത്താൽ ഭക്ത സൗഭാഗ്യം പകരുന്ന ദേവിയുടെ നിത്യദാസിയായി മാറിയവൾ. കളഭതിലകങ്ങൾക്കിടയിലേക്ക് കോട്ടയം നാട് ഇറക്കിയ നാരീരത്നം ഹരിനാരായണ പ്രിയ ഗജറാണി വേണാട്ടുമറ്റം കല്യാണി. ഒളശ്ശി അമലിന്റെയും കൊല്ലപ്പള്ളി അനീഫിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ കാർമേഘ വർണ്ണന്മാരെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന പൂരഭൂമിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണവൾ. പേരുകേട്ട മണ്ണിലെല്ലാം താരമായി ചെന്നെത്തി പാലായുടെ നാമത്തിന് മറ്റൊരു പ്രൗഢി പകർന്നവൾ. ഉയരപ്പെരുമയുള്ള താരങ്ങൾ പോലും കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ വസന്തം. പേരുകേട്ട വേദികളിലെല്ലാം എഴുന്നള്ളിച്ചെന്ന് പെരുമയുടെ താരങ്ങളെ തന്റെ അകമ്പടിയാക്കി ശീലിച്ചവൾ. പൊൻവസന്തം പൂത്തൊലഞ്ഞു നിൽക്കുന്ന പൊന്നോണ മാസത്തിൽ നക്കര കുന്നിലെ ആവേശത്തിലേക്ക് കടന്നു വരികയാണ് അവളും. ആവേശത്തിലേക്ക് കടന്നു വരികയാണ്. തെക്കൻ മലയാളത്തിന്റെയും മധ്യ കേരളത്തിന്റെയും അടിത്തട്ടിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത സുന്ദരിച്ചന്തം ഹരിനാരായണ പ്രിയ ഗജറാണി വേണാട്ടുമറ്റം കല്യാണിക്ക് മാതംഗ ഭംഗിയിൽ ലയിപ്പിക്കുമ്പോൾ ഇതാ തേവരുടെ പടിക്കെട്ടുകളിലേക്ക് ഇറങ്ങി ക്ഷേത്രോപദേശക സമിതിയുടെ വിരുന്നൂട്ടിലേക്ക് കടന്നു വരികയാണ് തേക്കിൻ തോട്ടത്തിന്റെ പിടിയാന ചന്തം. കൊമ്പനോളം പോകുന്ന ഉസിരും കരുത്തുമായി മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ വാഴുന്ന ഇതിഹാസ പിറവി ഗജറാണി തേക്കിൻ തോട്ടം മീര. ഉണർവുമുള്ള പിടിയാന ചന്തങ്ങളെ മലയാള മണ്ണിൽ ഉണ്ടെന്ന് തെളിയിച്ചു തന്ന ഗജവസന്തമാണിവൾ. അനിയുടെ കൊമ്പും കയ്യും പിടിച്ചുകൊണ്ടിതാ ഏതു കൊമ്പനും തോറ്റുപോകുന്ന ഈ വഴക്കവും കരുത്തും കൊണ്ട് വൻ മരങ്ങളെ കളിത്തോടിയാക്കിയ ഗജസുന്ദരി കടന്നു വരികയാണ്. ഗൗരവത്തിന്റെ ഉത്ഭാവം മറച്ചു വയ്ക്കാതെ തന്നെ ഉശിരുള്ളവളെന്ന് വെളിപ്പേര് സ്വന്തമാക്കിയ മീര. അതെ, കാലമേറെ കാലമായി അക്ഷര നഗരിയുടെ അഭിനവ സൗന്ദര്യമായി നിലകൊള്ളുന്ന ഗജതിലകം ഗജറാണി ചാന്നാനിക്കാട് ശീല. നിന്ന് വന്ന സൗന്ദര്യങ്ങൾ ഹൃദയങ്ങൾ കീഴടക്കി നിന്ന മലയാളക്കരയിൽ വേറിട്ട മഹിമയുമായി നിലകൊള്ളുന്ന താരസുന്ദരി. തന്റേതായ വേദികളിൽ താരമൂല്യത്തിന്റെ കയ്യൊപ്പുകൾ ചാർത്തി എഴുന്നള്ളി നിന്ന വീരവിസ്മയം. അക്ഷരനഗരിയുടെ അഭിമാനമായി മാറിയ പിടിയാന ചന്തങ്ങളിൽ എന്നുമെന്നും മുൻപന്തിയിൽ മുഴങ്ങുന്ന നാമധേയം. നക്കരക്കുന്നിൽ വിരുന്നൂട്ടു തുടങ്ങിയ കാലം മുതൽ ഈ മണ്ണിന്റെ അഭിമാനമായി ഇവിടെ കടന്നു വരുന്ന താരറാണി. മുതിർന്ന ചട്ടക്കാരൻ ശശിയേട്ടന്റെ കയ്യും പിടിച്ചിതാ സവിശേഷതകളുടെ അകമ്പടിയിൽ മഹിമയുടെ സിന്ദൂരം തൊട്ട് അക്ഷരനഗരിയുടെ കെട്ടിലമ്മ വന്നു ചേരുകയാണ്. സിന്ദൂര ശോഭയുടെ നിറകുടമായി മലയാളക്കരയുടെ അകതാരിൽ വാഴുന്ന വശ്യസുന്ദരി വിശ്വമനോഹരി ഗജറാണി ചാന്നാനിക്കാട് ശീലയ്ക്കും സാരഥിമാർഗം തിരുനക്കര ആനയൂട്ടിലേക്ക് സ്വാഗതം. തന്റെ ശിരസിൽ പൊൻപീഠം തീർത്ത ചരിത്രമുള്ളവൾ. മലയാളപ്പുഴയമ്മയെ കണ്ടു വണങ്ങി മഹിമയുടെ മഹോത്സവകാലം തുടങ്ങുന്നവൾ. ചേരാനെല്ലൂർ അമ്മയുടെ മണ്ണിൽ നിറസാന്നിധ്യമായി മാറി അഴകിന്റെ വസന്തം തീർത്തവൾ. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരിങ്ങോൺ കാവിലമ്മയുടെ തിടംപെട്ടി നിന്ന ചൈതന്യ സ്വരൂപിണി. ശ്രീശങ്കരിയുടെ പിൻഗാമിയായ ഓതറയുടെ നാമമാന കേരളത്തിൽ മുഴക്കുന്ന താരറാണി. അതെ, ഇവൾ പുതുകുളങ്ങര വാഴുന്ന ശ്രീ മഹാദേവിയുടെ ആരോമൽ പുത്രി ഗജകുല താമര കർണി ഓതറ പുതുകുളങ്ങര ശ്രീ പാർവതി. അതിനൊത്ത കരുത്തുമായി നിറനിറയുന്ന മധ്യ തിരുവിതാംകൂറിന്റെ മാതംഗപുത്രൻ ഗജകേസരി ഹരിപ്പാട് പുത്തൻ പുരയ്ക്കൽ അപ്പു.
അങ്ങ് വടക്കിന്റെ മടിത്തട്ടിൽ നിന്നും മയൂര സന്ദേശം രചിച്ച നാട്ടിലേക്ക് രഥമേറി വന്നവൻ, ചരിത്രം തന്റെ പേരിൽ കുറിക്കണമെന്ന വാശിയിൽ ഉത്തമ വേദികളെ കീഴടക്കി നിൽക്കുന്നവൻ, പൂരം പൂത്തുളയുന്ന നാട്ടിലടക്കം എണ്ണം പറഞ്ഞ പൂരങ്ങളിൽ ചെവിയാട്ടി നിന്നവൻ. അതെ, ആവേശത്തിന്റെ വേറിട്ട ആഘോഷം ഒരുങ്ങുന്ന തിരുനക്കരയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വരുന്നു മറ്റൊരു മഴമേഘവർണ്ണൻ. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം നടക്കുന്ന മണ്ണിലേക്ക് ചിരപ്രസിദ്ധമായ ഹരിപ്പാട് നാട്ടിൽ നിന്നും കടന്നു വരുന്നു ആണൊരുത്തനായ വീരനായകൻ ഗജകേസരി ഹരിപ്പാട് അപ്പു. അതെ, തന്റെ പ്രിയ സാരഥി കൂറ്റുവേലി കുഞ്ഞുമോന്റെ കയ്യും പിടിച്ചു വരികയാണവൻ. കരുത്തിന്റെ പര്യായമായ താരങ്ങൾ നിറഞ്ഞു നിന്ന വടക്കൻ മലയാളത്തിൽ നിന്നും തെക്കിന്റെ രാജഭൂമിയിലേക്ക് ചുവടുമാറ്റം നടത്തിയവൻ. ആയിരങ്ങളിൽ ഒരുവന് മാത്രം കാണുന്ന വേറിട്ട ആവേശത്തിന്റെ ഗജസ്വരൂപം ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടു കണ്ണൻ വരികയാണ്. തിരുനക്കരയുടെ സ്വന്തം പൂരത്തിനും ഭഗവാന്റെ ആറാട്ടിനും അടക്കം എണ്ണം പറഞ്ഞ നേരത്തെല്ലാം ഈ മണ്ണിൽ അവതരിക്കുന്നവൻ, വടക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ മലയാള നാട്ടിൽ കാലുകുത്തി തന്റേതായ ഇടം തനത് ശൈലിയിൽ നേടിയെടുത്തവൻ, താരങ്ങൾ മാത്രം വാടുവിളങ്ങിയ തോട്ടക്കാട് നാട്ടിൽ ചരിത്രം കുറിച്ചു നിലകൊള്ളുന്നവൻ, ശാന്ത സൗമ്യ ഭാവങ്ങൾ കൊണ്ട് ആന കേരളത്തിന്റെ ഇടനെഞ്ചിൽ സ്ഥാനം കുറിച്ച ഗജകേസരി വരികയാണ്. ഈ മണ്ണിലെ ആനയൂട്ടിന് പതിവ് പോലെ ആവേശം നിറയ്ക്കുവാൻ ആനക്കോട്ടയത്തിന്റെ ഉത്തമ കോട്ടയിലെ ഒന്നാം തരം ഗജരാജ കില്ലാടി തന്റെ പ്രിയ സാരഥി നെത്തല്ലൂർ സരുണിന്റെ കയ്യും പിടിച്ചിതാ വന്നു ചേരുകയാണവൻ ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടു കണ്ണൻ. പൂരങ്ങളുടെ പൂരത്തിനും ആരവങ്ങളുടെ മഹോത്സവത്തിനുമെല്ലാം അക്ഷരനഗരിയുടെ സാന്നിധ്യമായി കടന്നു ചെല്ലുന്നവൻ, ഇത്തിത്താനം ഗജമേളയിലും തിരുനക്കര പൂരത്തിനും തന്റെ താരപ്രഭ നേടിയെടുത്ത് കാണിച്ച ഗജേന്ദ്ര സേനാപതി അവതരിക്കുകയാണവൻ. ഐരാവത സമസൂര്യപ്രഭാവൻ കളഭകേസരി കാഞ്ഞിരക്കാട്ടു ശേഖരൻ. മലയാളക്കാട്ടിൽ പിറന്ന മലയാള നാട്ടിൽ വളർന്ന തനി മലയാളത്തിന്റെ പൂര പെരുമകളെ നെഞ്ചിലേറ്റിയവൻ, അരങ്ങു പാഴാത്ത വേദികളും അവതരിക്കാത്ത പൂരഭൂമികളും മലയാള മണ്ണിലില്ലെന്ന് തെളിയിച്ചു കൊടുത്ത എഴുന്നള്ളിപ്പ് കലയുടെ കുലപതി. അതെ, ഇവൻ എണ്ണം പറഞ്ഞ പൂരങ്ങൾക്ക് നായകത്വം വഹിച്ച് ശീലിച്ച മധ്യ കേരളത്തിന്റെ മാനസപുത്രൻ, തിരുനക്കര തേവരുടെ പൂരത്തിന് പലകുറി എഴുന്നള്ളിപ്പ് പെരുമ ചാർത്തിയവൻ, സഖ്യ സൗന്ദര്യങ്ങളുടെ ലക്ഷണ പെരുക്കങ്ങൾ കൊണ്ട് ആനപ്രേമികളുടെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പൂവാലൻ ഗജരാജരത്നം കാഞ്ഞിരക്കാട്ടു ശേഖരൻ കൂടുവാൻ വന്നിരിക്കുകയാണവൻ. ക്ഷേത്രോപദേശക സമിതി ഒരുക്കുന്ന ആനയൂട്ട് കൂടുവാൻ ഉത്തമ സൗന്ദര്യങ്ങളുടെ ഇടയിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പോലെ അവതരിച്ചിരിക്കുകയാണ് ശേഖരൻ. ആയിരങ്ങളിൽ ഒരുവന് മാത്രമുള്ള ചീലിവിരിവിന്റെയും ദന്തഭംഗിയുടെയും നേരുടമയായ ശേഖരൻ നേരിട്ട വേദികളിലെല്ലാം മാറ്റുരച്ച തങ്കമായി തിളങ്ങി അഴകിന്റെ വെന്നിക്കൊടി വീശിയ ശേഖരൻ തിരുവൈക്കത്തഷ്ടമിയുടെ നിത്യ സാന്നിധ്യമായി മാറി ആഘോഷങ്ങൾക്ക് നായകത്വം വഹിച്ച അതേ ശേഖരൻ തിരുവേറ്റുമാനൂരപ്പന്റെ തിരുമണ്ണിൽ നിറപുത്തിരി എഴുന്നള്ളിപ്പ് വരെ നടത്തി പ്രൗഢി തീർത്ത ശേഖരൻ തിരുനക്കര തേവരുടെ തിരുവുത്സവത്തിന് പതിവുകാരനായി ഈ മതിലകത്ത് മരുവുന്ന ശേഖരൻ എങ്ങും തുടിച്ചു നിൽക്കുന്ന നമശിവായ മന്ത്രധ്വനികളുടെ അകമ്പടിയിൽ തിരുനക്കരയുടെ തട്ടകം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഈ മണ്ണിലേക്ക് വന്നു ചേരുകയാണ് അക്ഷരനഗരിയുടെ വീരതാരം കേരളത്തിന്റെ ആരണ്യ പ്രജാപതി ഈ ഭഗുല രാജകേസരി മാതംഗ മാണിക്യം പുതുപ്പള്ളി സാധു. തിരുനക്കര ക്ഷേത്രോപദേശക സമിതിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ആനയൂട്ടിന് ആവേശ പെരുമ്പറ മുഴക്കുവാൻ വന്നിരിക്കുകയാണ് സാധു. അങ്ങ് വടക്കിന്റെ മടിത്തട്ടിൽ നിന്നും ഇന്ന് മലയാള മണ്ണിന്റെ ആര്യതാരകമാകുവാൻ പുതുപ്പള്ളി പാപ്പാലപ്പുറം അച്ചായന്റെ കയ്യും പിടിച്ചു കടന്നു വന്നവൻ. വന്ന കാലം തന്നെ വമ്പനെന്ന് വിധി എഴുതിയപ്പോൾ പിൽക്കാലം തന്റെ പേരിൽ കുറിച്ച അതേ നായകൻ, വാശിയെങ്കിൽ വാശി കൊണ്ട് തന്നെ ആശിച്ചത് അത്രയും സ്വന്തമാക്കി ശീലിച്ചവൻ. അതെ, അവതാരപ്പിറവിയുടെ ആവേശ സൂര്യന്മാരെ വരവേറ്റ് സ്വീകരിച്ച മലയാളക്കരയിലേക്ക് വലതുകാൽ വെച്ച് കരുത്തറിയിച്ച സാധുവിത കാത്തിരിക്കുന്ന കാലത്തിന് കരുത്തിന്റെ പര്യായം കൊണ്ട് ആവേശ കാഹളം സമ്മാനിച്ച അക്ഷരനഗരിയുടെ ഗജസൂര്യനിത വരികയാണ്. വർഷമേറെയായി ഈ വശ്യ സൗന്ദര്യത്തെ കാത്തു സംരക്ഷിക്കുന്ന സാരഥി മണിമല ബിനുവിന്റെയും തുരുത്തി വിഷ്ണുവിന്റെ
സമൂഹം കൈകൾ പിടിച്ചവതരിക്കുകയാണ്. കാലത്തെ കൊണ്ടുപോലും തന്റെ കരുത്തിന് കൈയടിപ്പിച്ച നായകൻ, മലയാളക്കരയുടെ മാതംഗ മാണിക്യം, ആരണ്യ പ്രജാപതി, പുതുപ്പള്ളി സാധു. പുണ്യമായി മറ്റൊരു താരനായകൻ രംഗപ്രവേശം ചെയ്യുന്നു. അതെ, ഇവൻ പേരെടുത്ത് രാജാവായ പെരുമാളിനോടൊപ്പം പാമ്പാടിയിൽ വസിക്കുന്ന രണ്ടാമൻ. പത്തടിയുടെ പകിട്ടും പത്തരമാറ്റ് പ്രൗഢിയുമായി മൂടങ്കല്ലുങ്കലിൽ വാഴുന്ന രണ്ടാമൻ, രാജരാജ പെരുമാളിന്റെ വീരസോദരൻ, ത്രിലോക കേസരി, പാമ്പാടി സുന്ദരൻ ഇതാ വരികയാണ്. തിരുനക്കരയുടെ രാജഗോപുരം കടന്ന് രാജകീയ പ്രൗഢിയിൽ പൂരം കൂടിയ ചരിത്രമുള്ള, പൂരങ്ങളുടെ പൂരമടക്കം നയിച്ച രാജാതിരാജ പെരുമാളിന് എന്നുമെന്നും തുണക്കാരനായി കൂടെ നിൽക്കുന്നവനിവൻ. ആരാധകർക്കിടയിൽ സൂര്യശോഭ പരത്തി തിളങ്ങുവാൻ താനും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിച്ചൊന്നാന്തരം ആൺപിറപ്പാണിവൻ. ഏത് പൂരത്തിന്റെ നടുവിലും കയറി നിന്ന് രാജാവാകുവാൻ കരുത്തും കാതലും തനിക്കുണ്ടെന്ന് കാണിച്ചു തന്നവനാണിവൻ. അതെ, പെരുമാൾ നയിച്ച പൂരങ്ങളിൽ പലതിനും പെരുമയോടെ അകമ്പടി സേവിച്ച സേനാനി, രക്തത്തിലെ വീര്യം, ക്ഷത്രിയന്മാർ കലങ്കാരമെന്ന ആന കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ. 6-ാം വയസ്സിൽ പാമ്പാടിയിലേക്കും അവിടുന്ന് ആയിരങ്ങൾക്കിടയിലേക്ക് മുതിച്ച സിന്ദൂരം വരികയാണ്. തന്റെ പ്രിയ സാരഥി അപ്പു ഇടക്കൊച്ചിയുടെ കയ്യം പിടിച്ചവൻ, ത്രിലോക കേസരി, പാമ്പാടി സുന്ദരൻ. അതെ, അടങ്ങാത്ത ആവേശമൊരുക്കി തിരുനക്കര വീണ്ടും വിളിക്കുമ്പോൾ അഴകുകൊണ്ട് പെരുമാളിനൊപ്പം വാഴുന്ന പെരുമയുമായി വന്നിരിക്കുകയാണ് സുന്ദരൻ. അർത്ഥമില്ലാത്ത വെല്ലുവിളികൾ തന്നോട് വേണ്ടെന്ന ശൈലിയിൽ അത്യുന്നതികളെ കീഴടക്കി നിന്ന സുന്ദരൻ ാണവൻ. പേരുകൊണ്ട്, രൂപം കൊണ്ടും പേരെടുത്ത രീതി കൊണ്ടും താരങ്ങളിൽ താരമായി മാറിയ സുന്ദരൻ പൂരക്കാലം മാടി വിളിക്കുമ്പോൾ കോടി സൂര്യപ്രഭയോടെ കുന്നംകുളം നാട്ടിലെത്തി കുന്നോളം ആവേശം നിറയ്ക്കുന്ന സുന്ദരൻ ആനയോട്ട് കൂടുവാൻ അവതരിക്കുകയാണവനും. നിരവധി അനവധി കൊമ്പന്മാർക്ക് സ്ഥാനമാനങ്ങൾ നൽകി സ്വീകരിച്ച തോട്ടേക്കാട് നാടിന്റെ മണ്ണിൽ നിന്നും വന്നു ചേരുന്ന പ്രമാണി, ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖരൻ. നിറനിറയുന്ന പുരുഷാരത്തിന്റെ ഇടയിലേക്ക് തികവാർന്ന ചന്തവം പേറി കടന്നു വരികയാണവൻ. കാലത്തിന്റെ ആവേശവും ആഹ്ലാദവും ഒരുപോലെ സ്വീകരിക്കുന്ന ഒന്നാന്തരം ഗജരാജൻ. കരിമ്പന കൂട്ടങ്ങൾ ചൂളം വിളി മുഴക്കുന്ന വടക്കൻ വള്ളുവനാട് മുതൽ തെക്കൻ തിരുവിതാംകൂർ വരെ ഏത് പൂരപ്പറമ്പിലും നിറസാന്നിധ്യമാകുന്നവൻ. മധ്യ തിരുവിതാംകൂറിന്റെ വിരിമാറിൽ സദാ നിത്യവും ആടിത്തിമിർത്ത് വിരാജിക്കുന്ന ഉഗ്രരാജ തേജസ്. നിരവധി വീരന്മാർ വാടുവണങ്ങി ആവേശം തീർത്ത തോട്ടേക്കാട്ട് നാട്ടിലെ എക്കാലത്തെയും മികച്ച ഗജ സാമ്രാട്ട്. ആർഭാടമായി തന്നെ തിരുനക്കര ക്ഷേത്രോപദേശക സമിതി ഒരുക്കുന്ന ആനയൂട്ട് കൂടുവാൻ ഭരതന്റെ കട സമർപ്പിക്കുന്ന തിരുനക്കര ആനയൂട്ടിലേക്ക് മന്ദം ഈ പടിക്കെട്ടുകൾ ഇറങ്ങി അവതരിച്ചിരിക്കുകയാണവൻ. അതെ, കാലവും തന്റെ തേരോട്ടവും എവിടെയും എങ്ങും അവസാനിച്ചിട്ടില്ലെന്ന വാസിയോടെ പ്രിയ സാരഥി കോട്ടയം അഖിലിന്റെ കൈയും പിടിച്ച് അവതരിക്കുകയാണവൻ. ആരവങ്ങൾ നിറയുന്ന തെക്കിന്റെ രാജഭൂമിയിൽ ആവേശ പെരുമ കൊണ്ട് വിളങ്ങിയവൻ. പിറന്ന മണ്ണിന്റെ വീറും വളർന്ന മണ്ണിന്റെ വാസിയും കൈമുതലാക്കിയ പലനാടും കീർത്തി കേട്ടവൻ. അഴകിന്റെ രാജകീയ പ്രൗഢിക്ക് കോട്ടയം നാട് കരുതി വച്ച മറ്റൊരു വജ്രായുധം, അക്ഷരനഗരിയുടെ മടിത്തട്ടിലെ കൺകണ്ട പുണ്യം, ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖരനും സാരഥിമാർഗം വരദന്റെ കട ഈ വർഷം സമർപ്പിക്കുന്ന ആനയൂട്ടിലേക്ക്, തിരുനക്കര ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആവേശനായി വാഴുന്ന മണ്ണിലേക്ക് ഇനി ഇതാ ആവേശം തീർത്തുകൊണ്ട് കടന്നു വരികയാണവൻ. പകിട്ടും പ്രൗഢിയും ഇരട്ടിയാക്കി അരങ്ങു വാഴുന്ന താരങ്ങളിൽ പ്രധാനി, പാലായുടെ മണ്ണിലെ മറ്റൊരു താരനായകൻ, ഗജരാജൻ വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടി. ആരാധകരെ തന്റെ സൗന്ദര്യത്തിൽ ചേർത്തു നിർത്തി ആവേശം കൊള്ളിക്കുവാൻ കച്ചുകെട്ടി ഇറങ്ങിയ താരങ്ങളിൽ പ്രമുഖൻ, ആണുങ്ങളിൽ ആണായി തന്നെ വേദികൾ ഭരിക്കുന്ന വീരതാരകം,
ഇവൻ തെക്കും വടക്കും അലയടിക്കുന്ന ആവേശങ്ങൾ നിറസാന്നിധ്യം തീർത്ത് എഴുന്നള്ളി നിൽക്കുന്നവൻ. പൂരങ്ങളുടെ നാട്ടിലും ആവേശങ്ങളുടെ നാട്ടിലും ആഘോഷമായി കടന്നു ചെല്ലുന്നവൻ. പേരുകേട്ട പൂരങ്ങളുടെ എല്ലാം ഭാഗമായി മാറി താര സാമ്രാജ്യം തന്റെ പേരിലും സൃഷ്ടിച്ച വീരപ്രതാപി. അഴകും മികവും തികഞ്ഞ താരങ്ങൾ അണിനിരക്കുന്ന ആനയൂട്ടിലേക്ക് ശ്രീ മഹാദേവനെ വണങ്ങി വരികയാണവൻ. അന്തസ്സും ആഭിജാത്യവും നിറഞ്ഞ ആണുങ്ങൾ അടക്കി ഭരിക്കുന്ന കോട്ടയം നഗരിയെ പുളകം കൊള്ളിച്ച പ്രിയ സാരഥി ജയന്റെ കയ്യം പിടിച്ച് കടന്നു വരികയാണവൻ. ഗജരാജൻ വേണാട്ടുമറ്റം ഗോപാലൻ കുട്ടിക്കും സാരഥിമാർക്കും തിരുനക്കര ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. അർജുനനും വാസുദേവനും വാഴുന്ന വേമ്പനാട് ഗ്രൂപ്പ് അഭിമാനമോടെ വരവേറ്റ ഗജതാരകൻ. തെക്കൻ മലയാളത്തിന്റെ മടിത്തട്ടിൽ പത്തരമാറ്റ് പ്രൗഢിയിൽ തിളങ്ങി നിന്നവൻ. ഉത്തമ സുന്ദര സൗന്ദര്യമായി മാറിത്തീർന്ന നാളുകളിൽ മലയാളക്കര വരവേറ്റ മറ്റൊരു സഖ്യ സൗന്ദര്യം. അഴകിന്റെ ചാരുതയും പേറി അവതരിച്ച നാട്ടാന പിറവികളിലെ മറ്റൊരു മിന്നും താരം അവതരിക്കുകയാണ്. തെക്കൻ മലയാളത്തിന്റെ മഹിമയിൽ നിന്നും അഴകിന്റെ വജ്രാഭചൂടി കടന്നു വന്ന് ഇനി ഈ അക്ഷര നഗരിയിലും നിറസാന്നിധ്യമാകുന്നു വന്നു ചേരുകയാണവൻ. തികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റുരയ്ക്കുന്ന നക്കരക്കുന്നിന്റെ മണ്ണിലേക്ക് തന്റെ പുതിയ സാരഥി ധീരദേവിന്റെ കൈയും പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ ആനയൂട്ടിലേക്ക് വന്നു ചേരുകയാണ് മഹാദേവൻ, ഗജരാജൻ, വേമ്പനാട് മഹാദേവൻ. പത്തരമാറ്റ് പ്രൗഢിയുടെ ഭൂതകാല മഹിമകൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച വീരവസന്തം. പേരുകേട്ട പൂരങ്ങൾക്കും പെരുമയുള്ള മഹോത്സവങ്ങൾക്കും താരമായി എഴുന്നള്ളി നിന്നവൻ. തലമുറകൾക്ക് വരെ ആവേശമായ വടക്കുംനാഥൻ ആനയൂട്ടിന്റെ നിറസാന്നിധ്യം. തലപടിയുടെ മണ്ണിലെ താരനായകൻ ഗജകേസരി പടിഞ്ഞാറേ മഠം ശങ്കരൻ. വീണ്ടും ഇതാ തിരുനക്കരെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് കടന്നു വരികയാണ് പടിഞ്ഞാറേ മഠം ശങ്കരൻ. വിജയകുമാറിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കുംഭാഷ്ടമി തിരുനാളിൽ തിരുവൈക്കത്തപ്പൻ അകമ്പടി സേവിച്ച ചരിത്രമുള്ളവൻ. തകഴിയിൽ വാഴുന്ന ശ്രീ ധർമ്മശാസ്താവിന്റെ മണ്ണിൽ ആഘോഷമായി എഴുന്നള്ളി നിന്നവൻ. വടക്കുംനാഥന്റെ മണ്ണിൽ ആനയൂട്ടുകൂടി വടക്കൻ കേരളത്തിലെ ആനപ്രേമികൾക്ക് വരെ ദർശനം കൊടുത്തവൻ. മികച്ച വേദികൾ തന്നെ കാത്തിരിക്കുമ്പോൾ മികവ് ചാർത്തി കടന്നു ചെല്ലുന്ന ശൈവനാമധാരീത വരികയാണവൻ. തിരുനക്കര ഒരുങ്ങി നിൽക്കുമ്പോൾ ആവേശത്തിന്റെ ആനയൂട്ട് കൂടുവാൻ ഗജകേസരി പടിഞ്ഞാറേ മഠം ശങ്കരനും സാരഥിമാർക്കും തിരുനക്കര ആനയൂട്ട് കൂടുവാൻ സ്വാഗതം. ഗജകുമാരി തോട്ടേക്കാട് കുഞ്ഞുലക്ഷ്മി. സൗന്ദര്യത്തിന്റെ വേറിട്ട സമന്വയ ഭാവങ്ങൾ അണിനിരക്കുന്ന നേരത്തിതാ തന്റെ അഴകും അളവും മികവും തികവും കാണിച്ചു കടന്നു വരുന്നു തോട്ടേക്കാടിന്റെ തമ്പുരാട്ടിക്കുട്ടി. എണ്ണം പറഞ്ഞ കൊമ്പന്മാർ എന്നും നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തോട്ടേക്കാട് മണ്ണിന്റെ താരപ്രമുഖ. യൗവനത്തിന്റെ തീഷ്ണതയിൽ സൗന്ദര്യത്തിന്റെ പെരുമകൾ വാരിച്ചൂടി ആഘോഷം അലങ്കാരമാക്കി വളരുന്ന യുവസുന്ദരി. അഴക് തന്നെ മുഖമുദ്രയാകുന്ന വേദികളിൽ അഴകുകൊണ്ടും അളവിനാൽ എണ്ണപ്പെട്ട മണ്ണിൽ അതിനൊത്ത പെരുമ കൊണ്ടും പേരെടുത്ത് മടങ്ങുന്ന യുവരത്നം ഗജയുവറാണി തോട്ടേക്കാട് കുഞ്ഞുലക്ഷ്മിക്കും സാരഥിമാർക്കും വരദന്റെ കട ഈ വർഷം സമർപ്പിക്കുന്ന തിരുനക്കര ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. തേവർക്ക് താലോലിക്കുവാൻ നീ മകനായി വാ എന്ന് കാലം വിളിച്ചപ്പോൾ തേവരുടെ ശിവനായി തിരുനക്കരയുടെ ശിവനായി അവതരിച്ചവൻ. അരിയിട്ട് ആരതിയുഴിഞ്ഞ് കൂവളത്തിലെ മാല ചാർത്തി തിരുനക്കര സ്വീകരിച്ച ഗജരാജ പഞ്ചാനനൻ, ഒരേയൊരു ഗജരാജ പഞ്ചാനനൻ, കളഭകേസരി തിരുനക്കര ശിവൻ. ഇടംബലം കൂട്ടായുള്ള സാരഥിമാർ അമ്പലപ്പുഴ ഗോപന്റെയും മാരാരിക്കുളം നവീന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് സ്വന്തം തട്ടകത്തിലെ ആനയൂട്ട് കൂടുവാൻ വരികയാണ് നായകൻ.
കൊച്ചുകൊമ്പനും വിശ്വനാഥനും ശേഷം തിരുനക്കരയ്ക്ക് കിട്ടിയ ശൈവപുണ്യം, കോടനാടിന്റെ വന്യതയും കോടി ശൈവപ്രഭയും ഒന്നു ചേർന്നപ്പോൾ തിരുവിതാംകൂറിൽ അവതരിച്ച ഗജപുണ്യം, നക്കര കുന്നിലെ നാഥനാം ദേവർക്ക് നാൾതോറും ലാളിക്കുവാൻ പിറന്ന ആരോമൽ പുത്രൻ തിരുവേറ്റുമാനൂരപ്പനെ പതിവായി സേവിച്ച് പകരക്കാരനില്ലാത്ത നായകത്വം വഹിക്കുന്നവൻ, ചെങ്ങളത്തെ ഭഗവതിക്കും ഐമനത്തെ നരസിംഹമൂർത്തിക്കും തിരുവാർപ്പിലെ കണ്ണനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ, അന്നും ഇന്നും തിരുവൈക്കത്തപ്പന്റെ ഉത്തമ പീഠം സാക്ഷാൽ ഗജരാജ പഞ്ചാനനൻ തിരുനക്കര ശിവൻ നായകൻ കടന്നു വരികയാണ്. ധീരന്മാർ പിറന്ന കോടനാട്ടിൽ നിന്നും വീരന്മാരുടെ വിളയാട്ട ഭൂമിയായ കോട്ടയത്തിന് രാജാവാകാൻ വന്നവൻ, മുക്കണ്ണനായി തട്ടകം വാഴുന്ന വിശ്വമഹേശ്വരനായി പിറന്ന മക്കളിൽ മൂന്നാമൻ, അക്ഷരം തെറ്റാത്ത ആവേശവും അക്ഷരനഗരിയുടെ അഭിമാനവുമായ ആന കേരളം വാഴുന്ന ധീരപുത്രൻ, എണ്ണം പറഞ്ഞ നാട്ടാന ചേകവന്മാർ എണ്ണി അണിനിരക്കുന്ന കോട്ടയം പട്ടണത്തിന്റെ ഗജസൈന്യാധിപൻ, സർവംഗോപാംഗങ്ങളിലും തുള്ളി തുളുമ്പി നിൽക്കുന്ന സഖ്യ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം, തിരുവൈക്കത്തപ്പന്റെ തങ്കത്തിടമ്പേറ്റാൻ പിറന്ന തിരുനക്കര തേവരുടെ പൊന്നുപുത്രൻ ഗജരാജ പഞ്ചാനനൻ തിരുനക്കര ശിവൻ, അഴകുകാട്ടി പെരുമാളും തികകാട്ടി ഐരാവത സമനം നിത്യഹരിത നായകനായി പൂവാലനും വാഴുന്ന മണ്ണിന്റെ ഗജരാജ നായകൻ, നാട്ടാനച്ചട്ടവും താപ്പാനച്ചട്ടവും ഒരുപോലെ വഴങ്ങുമെന്ന് പലകുറി തെളിയിച്ച പഴയ കോടനാട് തങ്കപ്പൻ, തിരുവിതാംകൂറിലെ ഗജരാജ പെരുമയ്ക്ക് തിളന്ന ചന്തമുള്ള കൊമ്പനാണ്. അതെ, ഏറ്റുമാനൂരപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള ഐശ്വര്യ ശ്രീമാൻ, തളിയിലെ പെരുമാളിന് തനി നാടനഴകിൽ സിംഹാസനം തീർത്തവൻ, തിരുവമ്പാടിയിലും പാറമേക്കാവിന്റെയും അഴകിന് പകിട്ടായി വടക്കും നാഥന്റെ മണ്ണിൽ പലകുറി തെക്കോട്ടിറക്കം നടത്തിയവൻ, നൂറണി വിളക്കിന് പോയി പാലക്കാടും പ്രൗഢിയുള്ള ആരാധകരെ വിളക്കി ചേർത്തവൻ, മുഖത്തല മുരാരിയുടെ ആനയൂട്ടിൽ പങ്കെടുത്ത് തെക്കൻ കേരളത്തിനും തനിക്ക് ആരാധകർ ഏറെയുണ്ടെന്ന് തെളിയിച്ചവൻ, ശിവൻ, ദേവരുടെ ശിവൻ, താരനായകൻ ഗജരാജ പഞ്ചാനനൻ തിരുനക്കര ശിവൻ. ശങ്കരയ്യർ മൊബൈൽസ് വരദന്റെ കട തിരുനക്കര തേവരുടെ തിരുമടിത്തട്ടിൽ ഈ വർഷം സമർപ്പിച്ചിരിക്കുന്ന ആനയൂട്ടിനെ തിരിതെളിയിക്കുകയാണ്. ക്ഷേത്രമേൽശാന്തി ആദരണീയനായ നമ്പൂതിരി നിർവഹിക്കുകയാണ്. അറിയിപ്പുള്ളത്, ഈ പടിക്കെട്ടിൽ നിൽക്കുന്ന മുഴുവൻ സജ്ജനങ്ങളും താഴേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. പടിക്കെട്ടുകളിൽ നിൽക്കുന്ന മുഴുവൻ സജ്ജനങ്ങളും താഴേക്ക് ഇറങ്ങി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ആദ്യ ഉരുള സമ്മാനിച്ചുകൊണ്ട് ക്ഷേത്രോപദേശക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി, ഭാരത് ഗ്രൂപ്പിന്റെ എല്ലാമായ ഡോക്ടർ വിനോദ് വിശ്വനാഥൻ അവർകൾ 2024 തിരുനക്കര ആനയൂട്ടിന് സമാരംഭം കുറിച്ച് സമർപ്പിക്കുകയാണ്. ഭഗവാനെ ധ്യാനിച്ച് ഗജരത്നങ്ങൾക്കും തിരുനക്കര തേവരുടെ മടിത്തട്ടിൽ ദേവദേവേശ്വരന്റെ പുണ്യഭൂമിയിൽ തേവരുടെ പുണ്യസന്നിധിയിൽ ആനയൂട്ട് ആരംഭം കുറിക്കുകയാണ്. ഭഗവാന്റെ മണ്ണിൽ സമർപ്പിക്കുന്ന ഈ വർഷത്തെ ആനയൂട്ടിൽ മുഴുവൻ സജ്ജനങ്ങൾക്കും ആനപ്രേമികൾക്കും ഈ മഹനീയമാകുന്ന വിസ്മയ പെരുമയിലേക്ക് ഒരിക്കൽ കൂടി 1000 സ്വാഗതം. ശബ്ദമിശ്രണ സംവിധാനങ്ങളിലേക്ക് ഏതൊരു പരിപാടിയും മനോഹരമാക്കുവാൻ